ഈ വീടിന് തൊട്ട് സമീപത്ത് 2 വർഷമായി ഇവർ താമസിക്കുന്ന ഈ ഒരു താൽക്കാലിക വീടൊന്നും തന്നെ വിളിക്കാൻ കഴിയില്ല. ഈ താൽക്കാലിക കൂര കൂടി കാണണം. ഒരു 2 കവുങ്ങ് തടിയുടെയും 2 മുളയുടെയും ബലത്തിലാണ് ഈ കൂര ഉള്ളത്. ഇവിടെയാണ് 2 വർഷമായി 14 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടിയുമായി ഈ അമ്മയും അച്ഛനും കഴിയുന്നത്. അത്രത്തോളം വലിയ തീരാ ദുരിതമാണ് ഇവരെ സംബന്ധിച്ചുള്ളത്. എന്താ വലിയ ബുദ്ധിമുട്ടല്ലേ? വലിയ ബുദ്ധിമുട്ടാണ് സാർ. നമ്മളിതാ 2 വർഷം കൊണ്ട് ഈ ആർപ്പയിലാണ് കിടക്കണം. ഒരു നിവർത്തിയില്ല. കൊച്ചിനെ വരെ അന്വേഷിക്കാൻ ആളുമില്ല. അപ്പൂപ്പൻ തന്തിയാനും ഞാനും കൂടെ. അപ്പൂപ്പൻ തന്തിയാൻ 2.5 വർഷമായി ഒരു ജോലിക്കും ഒന്നും പോകില്ല. ഞാൻ തൊഴിലുറപ്പിന് ഇപ്പം വീട്ടിനുള്ളേ കൊണ്ട് തൊഴിലുറപ്പിന് പോകാൻ പറ്റണില്ല, പോണ്ടാന്ന് പറഞ്ഞു. ഈ കൊച്ചുമോള് ഇപ്പം എത്രാം ക്ലാസ്സിലാണ് പഠിക്കണേ? ഇപ്പം 10ൽ. ആ മകള് മൊത്തമാണോ ഈ ഇവിടെ കിടക്കുന്നത്? ഓ, അവളും നമ്മൾ 3 പേരും ഇവിടെ തന്നെ കിടക്കണത്. ഒരു കക്കൂസില്ല, ഒരു കുളിമുറിയില്ല, ഒന്നുമില്ല സാർ. ഈ മോളുടെ പഠിത്തമൊക്കെ എങ്ങനെയാ? മോളെന്താ പറയാ? മോള് പറയണത് പഠിക്കാൻ പറ്റില്ലെങ്കിൽ വേണ്ട, പോണില്ല എന്ന് പറഞ്ഞു. ഇപ്പം 10ലായതേ ഉള്ളൂ. ഇങ്ങനെ കിടക്കാൻ പേടിയില്ലേ? പേടിയുണ്ടെന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ എങ്ങനെ നമ്മളിപ്പോൾ ഇവിടെ പേടിയില്ല എന്നാ സാർ. അല്ലാതെ പിന്നെ തരിക 2-2.5 കൊല്ലം വരെ ആവാറായി ഇവിടെ കിടന്നിട്ട്. ആരുമില്ല. അല്ലെങ്കിൽ ഈ 4 ലക്ഷം രൂപ കൊണ്ട് തികയില്ല വീട് വയ്ക്കുക. ജോഡി തന്നെ ഏതാ ശരിക്കും കൂലിയാവണം. ഈ ആഹാരമൊക്കെ എങ്ങനെ? ഇതിനകത്ത് തന്നെയാണ് ആഹാരമൊക്കെ വയ്ക്കുന്നത്? ആഹാരം എല്ലാം വെളിയിൽ വെച്ച് വയ്ക്കണത്. ഇവിടെ ദാർപ്പ് കിടക്കണെ കൊണ്ട് ദാർപ്പ് തീ പിടിക്കും. അതുകൊണ്ട് ഉരുകി പോയാൽ പിന്നെ കിടക്കാൻ ഒക്കില്ല. കുളിമുറിയും കക്കൂസും ഒന്നുമില്ല? ഇല്ല, ഒന്നുമില്ല. കുളിമുറിയോ കക്കൂസോ ഒന്നുമില്ല. ഈ പഞ്ചായത്തുകാർ ആരും നിങ്ങളെ നോക്കുന്നില്ലേ? പഞ്ചായത്തുകാർ നോക്കണില്ലെന്ന് പറയും തരാൻ പോയി എന്ന് പറയും. നമ്മൾ പോരുമ്പോൾ പിന്നും പറയും ഒരാഴ്ച കഴിഞ്ഞ് കെട്ടിയെന്ന്. ആരും അന്വേഷിക്കാനില്ല. ആ റോഷ്നി, അതാണ് കാരണം. അടിസ്ഥാന ആവശ്യങ്ങൾ പോലും ഇല്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം അവർക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ ഒരു കുളിമുറിയോ കക്കൂസ് പോലുമില്ല. ഈ കേരളത്തിലാണ് ഇത്തരത്തിൽ ആളുകൾ ജീവിക്കുന്നത് എന്ന് ഓർക്കുമ്പോൾ വളരെ ഞെട്ടലുണ്ടാക്കുന്നുണ്ട്.